കഴിഞ്ഞ കുറച്ചു കാലമായിട്ട് ഈ മേഖലയിൽ സെൽഫ് ഫിനാൻസിങ് മേഖലയിൽ നടക്കുന്ന വ്യത്യസ്തമായ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചിട്ട് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നിലപാടുകളാണ് പ്രധാനമായിട്ടും ഇവിടെ ചർച്ച ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. 2019 സംഘടന ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നത്. ഏകദേശം ഒരു 500ഓളം അംഗങ്ങളുള്ള സംഘടനയാണ് നമ്മുടെ സംഘടന. കണ്ണൂരും കാസർഗോഡുമുള്ള കോളേജുകളിലാണ് സംഘടന ഇതിൻ്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം രാജ്ഭവൻ്റെ ഉത്തരവിൻ്റെ ഭാഗമായിട്ട്, രാജ്ഭവനിൽ നിന്നാണ് സർക്കുലർ വന്നിട്ടുള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ VC താൽക്കാലിക ചുമതലയുള്ള സാബു സാറ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചു. കേരളത്തിലെ എല്ലാ സർവകലാശാലകൾക്കും വേണ്ടിയിട്ടാണ് ഉത്തരവെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിൻ്റെ പശ്ചാത്തലത്തിൽ നിലവിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ, അതായത് ഈ ശാസ്ത്ര കോളേജ് തുടങ്ങിയിട്ട് ശാസ്ത്ര കോളേജിൻ്റെ 2026 കുറേ വർഷത്തിൽ ആ ഘട്ടത്തിൽ പ്രവർത്തിക്കുന്നവരെ മുഴുവൻ UGCയുടെ മാനദണ്ഡം പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ PhDയുടെ മാനദണ്ഡം പറഞ്ഞുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർ, അങ്ങനെ UGCയോ അല്ലെങ്കിൽ ഈ PhDയോ ഇല്ലാത്ത ആൾക്കാർ പുറത്തു പോകണമെന്നുള്ള രീതിയിലാണ് VC സർക്കുലർ ഇറക്കിയുള്ളത്. രാജ്ഭവന്റെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് വരുന്നത്, ഗവർണറുടെ നിർദ്ദേശത്തിന്റെ പശ്ചാത്തലത്തിലാണ് വരുന്നത്. നിലവിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ അതാത് കാലത്ത് വന്ന നിയമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ UGCയുടെ, അല്ലെങ്കിൽ NCTയുടെ, അല്ലെങ്കിൽ AICTയുടെ, ഇതിനൊക്കെ ആ അതാത് കാലങ്ങളിലുള്ള ജോലി അവർ പറഞ്ഞ നിർദ്ദിഷ്ട ക്വാളിഫിക്കേഷൻ അടിസ്ഥാനത്തിലാണ് നമ്മൾ ജോലിയിൽ പ്രവേശിച്ചിട്ടുള്ളത്. പെട്ടെന്ന് 2026 ഒരു സർക്കുലർ വരുമ്പോൾ ഇവരൊക്കെ പോകണം, ഈ ഇങ്ങനെ തുടരുന്ന ആൾക്കാരൊക്കെ ഒഴിഞ്ഞു പോകണമെന്നും, ഒപ്പം തന്നെ അത്തരം കോഴ്സുകൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കോഴ്സുകൾ ഉണ്ടാവില്ലേ, ആ കോഴ്സുകൾ ഡിസഫിലിയേറ്റ് ചെയ്യണമെന്നാണ് ഉത്തരവിൻ്റെ പശ്ചാത്തലം. ആ പശ്ചാത്തലം വന്നപ്പോൾ ദീർഘകാലമായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാരും, അധ്യാപകർ മുഴുവൻ പിരിഞ്ഞു പോകണം എന്നുള്ള ഒരു പ്രതിസന്ധി വന്നു. ആ പ്രതിസന്ധി തീർച്ചയായിട്ടും നമ്മുടെ സജഷൻ എന്ന് പറയുന്നത് 2021 ഈ ആദ്യ പിണറായി സർക്കാർ ഈ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട്, ശാസ്ത്രീയ മേഖലയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു വലിയ നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. നിയമസഭയിൽ പാസ്സാക്കിയിട്ടുള്ള നിയമമാണ്. ആ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, നിലവിലുള്ള ആൾക്കാരെ 2021 നിയമത്തിന്റെ പശ്ചാത്തലത്തിൽ നിലവിലുള്ള ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട്, അത് ഏത് ക്വാളിഫിക്കേഷൻ ആയിക്കോട്ടെ, അതിൽ പ്രൊട്ടക്ട് ചെയ്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് കൃത്യമായിട്ട് പറയുന്നത്. ആ ഒരു നിയമത്തെ പരിഗണിക്കാതെ, അല്ലെങ്കിൽ 2018 UGC റെഗുലേഷൻ മാത്രം എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയെ പൊതുവിലുള്ളത്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വലിയ ഇത്രയും ഏകദേശം 100ഓളം കോളേജുകളുണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിക്കകത്ത് 100ഓളം കോളേജുകളുണ്ട്. ആ കോളേജുകളിലെ അധ്യാപകരായി തുടരുന്ന ആൾക്കാർ ഏകദേശം PSCയുടെ ഏജ് ബാർ കഴിഞ്ഞിരിക്കുന്നു. അവർ കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. ഏകദേശം 10, 45, 50 വയസ്സിനടക്കുള്ള ആൾക്കാരാണ്. അവർ മുഴുവൻ പിരിഞ്ഞുകൊണ്ട് വരുമ്പോൾ അവരുടെ കുടുംബ പശ്ചാത്തലം, അവരുടെ ജീവിത പശ്ചാത്തലമൊക്കെ വല്ലാണ്ട് ബാധിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. ഇങ്ങനെയുള്ളൊരു സാഹചര്യം വരുമ്പോൾ ആണ് നമുക്ക് വലിയ പ്രയാസം ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതൊരു കാര്യം മാത്രമാണ്, പ്രധാനമായിട്ടും നമ്മൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പം നിലവിലുള്ള അധ്യാപകരെ സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. മാറി മാറി വരുന്ന നിയമങ്ങൾക്കനുസരിച്ചിട്ട് അധ്യാപകരെ ഇങ്ങനെ പീഡിപ്പിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ യൂണിവേഴ്സിറ്റി അധികൃതരുടെ ഭാഗത്ത്, പ്രത്യേകിച്ചിട്ട് ഈ ഓർഡർ ഇറക്കിയിട്ടുള്ളത് നിലവിലെ സിൻഡിക്കേറ്റ് പോലും അറിയാതെയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. സിൻഡിക്കേറ്റിന് അറിയില്ല, സിൻഡിക്കേറ്റ് അറിയാതെയാണ് നേരിട്ട് രാജ്ഭവന്റെ ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ ഈ ഒരു നിയമം യൂണിവേഴ്സിറ്റിക്കകത്ത് സർക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. വലിയ പ്രതിസന്ധിയാണ് നമ്മൾ നേരിടുന്നത്. പ്രത്യേകിച്ചിട്ട് ഈ സെൽഫ് ഫിനാൻസിങ് കോളേജുകൾക്കകത്ത് തന്നെ ഈ കുട്ടികളുടെ അഭാവം വലിയ രീതിയിലുണ്ട്. പല സെൽഫ് ഫിനാൻസിങ് കോളേജുകളും ഈ പറയുന്ന രീതിയിൽ കോയമ്പത്തൂരേക്കോ ബാംഗ്ലൂരേക്കോ മംഗലാപുരത്തേക്കോ കുട്ടികൾ പോകുന്ന ഒരു അവസ്ഥയുടെ പശ്ചാത്തലത്തിൽ ഇങ്ങനെ ഒരു നിലപാടും കൂടെ വരികയാണെങ്കിൽ കുട്ടികൾ ഇവിടെ തുടരാത്ത ഒരു അവസ്ഥ വരും. പല കോളേജുകളും മാനേജ്മെന്റുകളടക്കം കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മാനേജ്മെന്റ് അസോസിയേഷൻ യൂണിവേഴ്സിറ്റിയിലേക്കൊരു മാർച്ചും ധർണയും നടത്തി, അധ്യാപകരടക്കമുള്ള. അപ്പോൾ അതിന്റെ പശ്ചാത്തലത്തിലാണത്രേ VCക്ക് ട്രിഗർ ആയത്. അങ്ങനെ അതിലെന്തൊക്കെയോ മോശമായിട്ട് സംസാരിച്ചു എന്നാണ് കേട്ടത്. അതുപോലെ VCക്കെതിരെ ശക്തമായ രീതിയിൽ സംസാരിച്ചു എന്നാണ് കേട്ടത്. അപ്പോൾ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത്തരം ഒരു നിലപാടിലേക്ക് വന്നിട്ടുള്ളത്. ഇത് കണ്ണൂർ മാത്രമല്ല, ഇപ്പോൾ കാലിക്കറ്റിലും ഈ സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നാളെ MGയിലും അതുപോലെ അപ്പുറത്ത് കേരളയിലൊക്കെ ഈ സാധനം വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇവിടെ ഈ പശ്ചാത്തലത്തിലാണ് നമ്മൾ സമരത്തിന്റെ ഒരു ഘട്ടത്തിലേക്ക് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ വരുന്ന സെപ്റ്റംബർ 17 ചൊവ്വാഴ്ച, ഫെബ്രുവരി 17 രാവിലെ 10 മണിക്ക് നമ്മുടെ VCയുടെ കാര്യാലയത്തിലേക്ക്, താവക്കര ആസ്ഥാനത്തിലേക്ക് മാർച്ച് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. CPMന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പർ TV രാജേഷാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. അതിൽ നിന്ന് പിന്മാറുകയും ചെയ്തു. അതൊരു വലിയ പ്രതിസന്ധിയായിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. പിന്നെ മാത്രമല്ല, ഇവിടെ ക്വാളിറ്റി എൻഹാൻസ്മെന്റ് ആണ് ഇവർ ഉദ്ദേശിക്കുന്നത്. ഈ പറഞ്ഞ നിലവിലുള്ള ക്വാളിറ്റി ഉള്ള ആൾക്കാരൊക്കെ പുറത്തു പോകണമെന്ന് പറയുന്ന ഒരു ഘട്ടത്തിൽ ക്വാളിറ്റി എൻഹാൻസ്മെന്റിന് യൂണിവേഴ്സിറ്റി എന്താ ചെയ്യുന്നത്? ഒന്നും ചെയ്യുന്നില്ല. ഈ ശാസ്ത്രജ്ഞ അധ്യാപകർക്ക് വേണ്ടിയിട്ട് PhDക്ക് പോകാനോ റിസർച്ചിന് പോകാനോ ഒരു സാധ്യതയും അവർ മുന്നോട്ട് വെക്കുന്നില്ല. നമ്മൾ നിരന്തരമായിട്ട് ചോദിക്കുന്നുണ്ട്. കഴിഞ്ഞ സിൻഡിക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയിലടക്കം നമ്മൾ പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾ എങ്ങനെയാണ് ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ നമ്മൾ അധ്യാപകർക്ക് PhDക്ക് പോകാനുള്ള സാധ്യത കൊടുക്കൂ, അതിനുള്ള ഈ പറഞ്ഞിരിക്കുന്ന കോഴ്സ് വർക്ക് ചെയ്യാനുള്ള സാധ്യത ഒരുക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. അതൊന്നും ചെയ്യാതെ ഈ ഒരു സുപ്രഭാതത്തിൽ എന്താണ് എല്ലാവരും പിരിഞ്ഞു പോകണമെന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. രണ്ടാമത് പിന്നെ ജീവനക്കാർക്ക് മിനിമം വേതനം കൊടുക്കുക എന്നുള്ളത്.
ഏതോ കാലത്തെ മിനിമം വേതനമാണ് ഇപ്പോഴും പിന്തുടരുന്നത്. അതായത് നമ്മുടെ ഖാദർ മാങ്ങാട് കമ്മീഷൻ ഖാദർ മാങ്ങാട് VC ആയ സമയത്ത് പറഞ്ഞിരിക്കുന്നത് 10,000 രൂപ കൊടുക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. അതൊക്കെ മാറി, അതൊക്കെ കാലാനുസൃതമായിട്ട് പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഒരു മിനിമം ഒരു 20,000 എങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഒരു മിനിമം ഇപ്പം മോശമല്ലാത്ത രീതിയിൽ തൊഴിലുറപ്പിന് പോലും കിട്ടുന്നുണ്ടല്ലോ, അതുപോലും കൊടുക്കാത്ത രീതിയിൽ പല മാനേജ്മെന്റ് പ്രതിസന്ധിയിലാണ് നമ്മൾ സമ്മതിക്കുന്നുണ്ട്, പല മാനേജ്മെന്റ് പ്രതിസന്ധി തന്നെയാണ്. അതുപോലും കൊടുക്കാതെ ഒരു മിനിമം വേതനം ഉറപ്പുവരുത്തണം, തുല്യ ജോലിക്ക് തുല്യ വേതനം ഉറപ്പുവരുത്തുന്നതിലാണ് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യം. ഇത്രയും കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ പ്രധാനമായിട്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തുടരെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് അറിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. കാരണം ഇത് ജീവിത പ്രശ്നമാണ്, എല്ലാവരുടെയും പ്രധാനപ്പെട്ട ജീവിത പ്രശ്നമാണ്. കാരണം ഇനി ഈ മേഖലയിലുള്ളവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ മറ്റൊരു സാധ്യതയില്ല. PSCക്ക് പോകാനുള്ള സാധ്യത അവർ അതിക്രമിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ 17-ാം തീയതിയിലെ സമരം നടത്തുന്നത്. സർവീസുള്ള ആൾക്കാരാണ് ഇപ്പോൾ പിരിഞ്ഞു പോകാൻ വേണ്ടി പറയുന്നത്. ഇതിനെതിരെയാണ് നമ്മളിപ്പോൾ ഒരു ശബ്ദം ഉയർത്തുന്നത്. അതിന് മാധ്യമ സുഹൃത്തുക്കളുടെ നല്ലൊരു കവറേജ് നമുക്ക് കിട്ടണം, ഈ സംഘടനക്ക് വേണം എന്ന് അഭ്യർത്ഥിക്കുകയും കൂടി ചെയ്യുന്നു.